ക്രിസ്തുവേശുവിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് സ്നേഹപൂർവ്വം ഒരു വിവരം പങ്കുവയ്ക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നത്. 2025 ഏപ്രിൽ മാസം 17-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസത്തിൽ, പെസഹ മുതൽ ഈസ്റ്റർ വരെയുള്ള ദിനങ്ങളിൽ എൽഷദായ് മിനിസ്ട്രി ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ പെസഹ മുതൽ ഈസ്റ്റർ വരെ എന്നുള്ള സുവിശേഷ യോഗവും വിടുതലിൻ ശുശ്രൂഷയും കൊട്ടാരക്കര പട്ടണത്തിൽ വെച്ച് നടത്തപ്പെടുവാൻ സഭയായി തീരുമാനിച്ചിരിക്കുകയാണ്. പ്രത്യേകാൽ ഈ മീറ്റിങ്ങിനു വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ ശുശ്രൂഷകളെ സ്നേഹിക്കുകയും ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, ഈ ശുശ്രൂഷകളിലൂടെ വിടുതൽ പ്രാപിച്ച കർത്താവിനെയും തൻ്റെ വചനത്തെയൊക്കെ സ്നേഹിക്കുന്ന അനേക ദൈവമക്കൾ, അനേകായിരങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പ്രാർത്ഥനയോടെ കടന്നു വരികയാണ്. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന അഭിഷിക്തൻ അപ്പോസ്റ്റൽ ആമോസ് സിംഗ് ഈ ദിവസങ്ങളിൽ നമ്മളോടൊപ്പം ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കടന്നു വരുന്നു. മറ്റ് അനവധി അഭിഷിക്തന്മാർ ഈ മീറ്റിങ്ങുകളിൽ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കടന്നു വരികയാണ്. ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധരായിരിക്കുന്ന, ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുവാനായി അനവധി ക്രിസ്തീയ ഗായകന്മാരും ശുശ്രൂഷകരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച വൈകിട്ട് 17-ാം തീയതി വൈകുന്നേരം പെസഹാ ദിനത്തിലാണ് ഈ മീറ്റിങ്ങുകൾ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ആരംഭിക്കുന്നത്. ആ ഉദ്ഘാടന ദിവസത്തിൽ തന്നെ നിങ്ങൾ കടന്നു വരണം. ആ ശുശ്രൂഷയിൽ ഇറങ്ങുന്ന ദൈവമഹത്വത്തെ നിങ്ങൾക്ക് സ്വീകരിക്കുവാനും അനുഭവമാക്കുവാനും കഴിയണം. 18-ാം തീയതി രാവിലെ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ, ദുഃഖവെള്ളിയാഴ്ച, നമ്മൾ ഒന്നിച്ച് സഭയായി കൂടി വരികയാണ്. അന്ന് വൈകുന്നേരം മീറ്റിങ്ങുകൾ നടക്കുന്നു. 19-ാം തീയതി ശനിയാഴ്ച പകലും വൈകിട്ടും ശുശ്രൂഷകൾ നടക്കുകയാണ്. 20-ാം തീയതി ഈസ്റ്റർ ദിനത്തിൽ, ആ ഞായറാഴ്ച ദിവസം നമ്മുടെ സഭകൾ ഒന്നിച്ച് കൂടി വരികയാണ്. ഏറ്റവും മഹത്തരമേറിയ അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുന്ന ശുശ്രൂഷകളായി മാറുവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം, ഇതിനായി പ്രവർത്തിക്കണം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു അവസരത്തെ മിസ് ചെയ്യരുത്. കാരണം മർക്കോസ് 1:15 രേഖപ്പെടുത്തിയിരിക്കുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരെയും ഈ സുവിശേഷ യോഗത്തിലേക്കും ഈ വിടുതലിൻ ശുശ്രൂഷയിലേക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അനേക ജീവിതങ്ങൾ സൗഖ്യമാകുവാനും അനേക ജീവിതങ്ങൾക്ക് വിടുതലും സമാധാനവും ആശ്വാസവും ഉണ്ടാകുവാനും നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ സമൃദ്ധമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.